യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിലെ വാക്യമൊന്ന് പറയാമോ? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒന്നുകൂടെ പറഞ്ഞേ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ സമയം ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ചില മിനിറ്റുകൾ ഒരുമിച്ച് നമ്മൾ കർത്താവിനൊന്ന് നന്ദി പറയാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരും കണ്ണുകളെ കർത്തൃസന്നിധിയിൽ അടച്ചാട്ട് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കിയാട്ട് ആത്മമണ്ഡലം തുറന്നു വരട്ടെ. ദുരാത്മമണ്ഡലങ്ങൾ കീഴടങ്ങപ്പെടട്ടെ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായി ദൂതന്മാർ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കട്ടെ. ഒന്ന് നന്ദി പറയാൻ ഒന്ന് സജ്ജമായി, ഒന്ന് നന്ദി പറയാൻ സജ്ജമായി. ഓ കർത്താവ്, എന്നോട് സംസാരിക്കണമേ എന്ന് അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. ആത്മാവിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ചേർന്ന് പരിസരം മറന്ന് സാഹചര്യങ്ങളെ മറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് കോടകോടിതൻ ദൂതർ സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിത വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശുമശിഹ. കോടകൂടിതൻ ദൂതർ സൈന്യവുമാ മേഘരൂഢനായി വരുന്നിത വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശുമശിഹ. ഹല്ലേലൂയ. ഉച്ചത്തിലത് പഠിക്കേ. ആത്മാവിൽ പാടുക. ഹൃദയം മുഴുവൻ ഏകാഗ്രമാക്കി പാടുക. ഹല്ലേലൂയ പാടുക. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഒന്ന് പാടുക. മുഴുവൻ ആ സ്തോത്രത്തിന്റെ ആരാധനയുടെ ശബ്ദമുയരട്ടെ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ച്. യേശുവേ യേശുവേ എൻ ദൈവമേ നീ എന്നും പാടുക. യേശുവേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായി. ഒരിക്കൽ കൂടെ ഒന്ന് പാടുക. യേശുവേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായി. യേശുവേ
അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ഈ രാത്രി അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ വന്നിട്ടുള്ളതിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ മുൻനിര മുതൽ പിൻനിര വരെ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഇന്ന് രാത്രി അങ്ങ് സ്പർശിക്കാൻ തുടങ്ങുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജനത്തിന്റെ ബുദ്ധി, അവരുടെ ആത്മതലങ്ങൾ, അവരുടെ മനോതലങ്ങൾ, അവരുടെ ശാരീരിക മണ്ഡലങ്ങൾ മുഴുവൻ മേഖലകളിലും ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ സമയം മുതൽ ഇറങ്ങി തുടങ്ങുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. മനം തകർന്നു വന്നവരുണ്ട്, വേദനിച്ചു വന്നവരുണ്ട്, നൊമ്പരപ്പെട്ടു വന്നവരുണ്ട്, ജീവിതം അടുത്തതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇന്ന് രാത്രി അവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുന്നതിന് നന്ദി പറയുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മാവെ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. വ്യക്തിപരമായ നിയോഗത്തിന്റെ ദൈവശബ്ദങ്ങൾ കുടുംബങ്ങളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവിക ഇടപെടലുകളുടെ ആഴങ്ങൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിച്ചു തുടങ്ങേണ്ടതിന് സ്തോത്രം ചെയ്യുന്നു. ഈ അന്തരീക്ഷം മുഴുവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ വന്ന് നിറയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ മറയുന്നു, കൃപയിൽ ആമേൻ ശരണപ്പെടുന്നു. കർത്താവ് സഹായിച്ചാണ്. മഹത്വം മുഴുവൻ അങ്ങേക്ക്. എല്ലാ ദാനങ്ങൾക്കും നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഉച്ചത്തിൽ കരമൊന്ന് ഉയർത്തി കർത്താവിനെ ശക്തിയോടെ ഒന്ന് ആരാധിച്ചാണ്. ദയവായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സവിശേഷത വാസ്തവത്തിൽ ഏതൊരു വ്യക്തിയും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സവിശേഷത യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ, യേശുക്രിസ്തുവിന്റെ നിത്യത്വത്തെ, യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ അടിവരയിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വെളിപ്പെടുത്തുന്ന ഒരു അവതരണ രീതി. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സവിശേഷത. യോഹന്നാന്റെ എഴുത്തുകളായ ലേഖനങ്ങളും യോഹന്നാന്റെ എഴുത്തായ വെളിപ്പാട് പുസ്തകവും അതുതന്നെയാണ് ചെയ്തു വരുന്നത്. ഞാൻ അതിന്റെ അനന്തര ചിന്തകളിലേക്ക് എങ്ങും പോകുന്നില്ല. ഡയറക്റ്റ് വായിച്ച വാക്യത്തിനകത്തേക്ക് വരാൻ പോവുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജോർജ് വിൽഹം ഫെഡറിക് എന്ന് പറയുന്ന മനുഷ്യൻ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ധാർമ്മിക സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ധാർമ്മിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പൗരസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം പുലർത്താനുള്ള സ്വാതന്ത്ര്യമാണ്. എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് വ്യക്തിപരമായി തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. അതാണ് പൗര സ്വാതന്ത്ര്യം. അപ്പോൾ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം അടങ്ങിയിട്ടുണ്ട്. സംഘം ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. എന്നാൽ ഇവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ബൈബിൾ പറയുന്ന സ്വാതന്ത്ര്യം. അത് തികച്ചും ആത്മീക വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ്.
സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്ന് ഒരാത്മീക വീക്ഷണത്തിൽ നിന്ന് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ 3 വിധത്തിലാണ് അത് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒന്ന്, അത് വിമോചനമാണ്. 2, അത് സ്വച്ഛന്തതയാണ്. 3, അത് അവിഘ്നതയാണ്. ഈ 3 കാര്യങ്ങൾ തരാൻ കഴിയുന്ന ഉലക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഒരൊറ്റയാളത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അവിടെ ആ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ പുത്രൻ എന്ന വാക്ക് ഒരു വേള ഒന്ന് മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ജീവിതത്തിൽ ഒട്ടനവധി അടിമത്വങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. തങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് കാര്യങ്ങൾ നിൽക്കുന്നത് പോലെ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ മനുഷ്യന് സ്വാതന്ത്ര്യം തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ സ്വാതന്ത്ര്യങ്ങളെ പല നിലകളിൽ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറയുന്നത്, ഇന്നലെ പാസ്റ്റർ സജു ചാത്തന്നൂരായിരുന്നത് കൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു കാണുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നാളെ ഞാൻ ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു മേത്ര ഈ വേദിയിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം എന്തു പറയും എന്നുള്ളതും എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് 1-ാം ദിവസവും 3-ാം ദിവസവും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് പ്രസംഗത്തിൽ പ്രാധാന്യത നൽകുന്ന പ്രഭാഷകർ ഈ വേദിയിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ കർത്താവ് തരുന്ന വിടുതലിനെ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിൽ പുത്രൻ തരുന്ന സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പരമപ്രധാനമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഈ പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ റോമലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നത്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ എന്താണ് പാപമെന്നൊരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിന്റെ ഒരു സാങ്കേതിക തികവിൽ പറയുകയാണെങ്കിൽ പാപം ലക്ഷ്യം തെറ്റുന്നതാണ്. അതാണ് ഹമാർഷ്യ, ലക്ഷ്യം തെറ്റുന്നതാണ്. ഈ ലക്ഷ്യം തെറ്റുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞ് നിർത്താനും പറ്റില്ല. അതൊരു അർബുദ വ്യാധി പോലെ മനുഷ്യനെ കാർന്ന് തിന്നുകയാണ്. ആ പാപത്തിനൊരു സാർവത്രികതയുണ്ട്. റോമലേഖനം 5-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്യാത്തവരിലും മരണം വാണു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ പാപം ചെയ്തില്ലെങ്കിൽ പോലും മനുഷ്യൻ പാപി എന്നുള്ള ഒരു ലെവലാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നു ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അവന്റെ പാപമാണ്. എവിടെയാണോ പാപം പരിഹരിക്കപ്പെടുന്നത് അവിടെ അവൻ വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പറയും ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിക്കുന്നെന്ന്. ഇവിടെ പറയൂ, പറയാം ഇവിടെ എല്ലാം പറയും. അപ്പൊ കേരളത്തിൽ മൊത്തം പറയുന്നത് ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലെ ഒരു വലിയ സാധനം അത് വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ വല്ല കാര്യമുണ്ടോ? ചുക്ക് കഷായം കുടിച്ചാൽ ചുമ മാറും,
ചുക്ക് കഷായം കുടിച്ചാൽ പനി മാറും. അതിനപ്പുറം ഒന്നും മാറാൻ പോകുന്നില്ല. ഇതുപോലെ പാപമെന്ന് പറയുന്ന കാതലായ വിഷയത്തിന് എന്താണ് പരിഹാരം? സാർവത്രികമാണ് പാപം, എല്ലാ മനുഷ്യരിലുമുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപികളാണ്. എന്താണ് പാപത്തിന്റെ പരിഹാരം? അർപ്പണങ്ങൾ കൊണ്ട് നടക്കുമോ? തർപ്പണങ്ങൾ കൊണ്ട് നടക്കുമോ? യാഗങ്ങൾ കൊണ്ട് നടക്കുമോ? യോഗങ്ങൾ കൊണ്ട് നടക്കുമോ? തീർത്ഥയാത്രകൾ കൊണ്ട് നടക്കുമോ? ഇങ്ങനൊക്കെ നടക്കുമായിരുന്നെങ്കിൽ നമ്മളിൽ പലരും എന്നേ ഇതൊക്കെ നേടിയെടുക്കുമായിരുന്നു. ഇവയെല്ലാം അമ്പേ പരാജയപ്പെട്ട് ഇനി ഒരു മാർഗമില്ല എന്ന് പരിതപിച്ച സമയത്തല്ലേ വാസ്തവത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരം നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് യാഗയോഗ കർമ്മകാണ്ഡങ്ങൾക്കപ്പുറത്ത്, അർപ്പണങ്ങൾക്കും തർപ്പണങ്ങൾക്കും അപ്പുറത്ത്, നേർച്ചകൾക്കും കാഴ്ചകൾക്കും അപ്പുറത്ത്, തീർത്ഥയാത്രകൾക്കും പദയാത്രകൾക്കും പ്രയാണങ്ങൾക്കും അപ്പുറത്ത് പാപം എന്ന് പറയുന്ന കഠോരമായ വിഷയത്തിന്, മനുഷ്യനെ കാർന്നു തിന്നുന്ന അർബുദവ്യാധി പോലെയുള്ള വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എങ്ങനെയാണ് പാപപരിഹാരം വരുത്തുന്നത്? അതിന് മത്തായി സുവിശേഷം 1-21 വാക്യത്തിലേക്ക് പോയാൽ മതി. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ മണ്ണിൽ ഒരു കൊച്ചു ശിശുവായി ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൂതൻ പറയുന്ന ദൂത് ഇതാണ്: അവന് യേശു എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുൻപ് പേരിടപ്പെട്ട പല കഥാപാത്രങ്ങൾ ബൈബിളിലുണ്ട്. ഇശ്മയേൽ, ഇസഹാക്ക്, ശലോമോൻ, യോശിയാവ്, കോരശ്, യോഹന്നാൻ സ്നാപകൻ, ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപേ പേര് വീണവരാ. പക്ഷേ ജനിക്കുന്നതിന് മുമ്പ് പേരിടുക എന്നുള്ളത് മാത്രമല്ല, അവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണെന്ന് ഒരൊറ്റയാളെ കുറിച്ച് പറഞ്ഞുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഒറ്റ അർത്ഥമാണ്: രക്ഷകൻ. യേശു എന്നുള്ള വാക്കിന്റെ എബ്രായ പദം യഹോശുവ എന്നാണ്. അർത്ഥം യഹോവ രക്ഷിക്കുന്നു. ഇവിടെ പറയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, പാപമെന്ന പ്രശ്നം നിങ്ങളെ ഭയങ്കരമായി അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ വേറെങ്ങും പോകണ്ട. ഈ നാമം ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതി: യേശു. ആ യേശു എന്ന നാമത്തിനകത്ത് പാപ പരിഹാരം ഉണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്: യേശു ആരാണ്? യേശു ആരാണ്? 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളത്തിലാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. അതാണ് ഫിലിപ്പ് ലേഖനം 2-6, 7, 8 വാക്യങ്ങളിൽ പറയുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി അവിടുന്ന് ഇറങ്ങി വരികയാണ്. ആട്ടെ, എന്തിനാണ് ദൈവം ജഡം ധരിച്ച് ഇറങ്ങി വന്നത്? അതിന്റെ പിന്നിൽ ഒരു ദൈവിക കൽപ്പന തന്നെ ഉണ്ട്. വിതൗട്ട് ഷെഡിങ് ദ ബ്ലഡ് ഈസ് നോ റെമിഷൻ. രക്തം ചൊരിയാതെ വിമോചനം ഇല്ല. അത് ഏദൻ തോട്ടത്തിൽ പുറപ്പെട്ട ഒരു കൽപ്പനയാണ്. ഏദനിൽ ആദം പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ പരിഹാരം ഒരു രക്തച്ചൊരിച്ചിലാണ്. രക്തം ചൊരിയാതെ വിമോചനമില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട്
എബ്രായലേഖനം 2 പറയുന്നത് പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പോലെ ജഡം ധരിച്ച് ഇറങ്ങി വരികയായിരുന്നു. ഒരാമയം പറഞ്ഞാട്ട് ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ, നമ്മെ പോലെ ജഡം ധരിച്ച് ഇറങ്ങി വരികയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജഡം ധരിച്ച് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാമോ? റോമാലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അതിന് ഉത്തരമുണ്ട്. ജഡത്തിന്റെ ബലഹീനത എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കിടക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നിവർത്തിക്കേണ്ടതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നാണ് വായിക്കുന്നത്. ദൈവമായിരുന്നവൻ മക്കളെ പോലെ ജഡവും രക്തവും ഉള്ളവനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാമോ? മക്കളുടെ മേൽ വ്യാപരിക്കുന്ന പാപമെന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നടത്താൻ വേണ്ടിയാണ്. അതിനെന്താണ് അവിടുന്ന് സ്വീകരിച്ച മാർഗം? എല്ലാ മനുഷ്യരുടെയും പാപത്തെ അവിടുന്ന് ഏറ്റെടുത്തിട്ട് സകല മാനവജാതിയുടെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. ഇതാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അങ്ങ് ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ പാരിനും പരത്തിനും മധ്യേ 3 അണികളിൽ തൂങ്ങിക്കിടക്കുന്നവൻ വഹിക്കുന്നത് മുഴു ലോകത്തിന്റെയും പാപമാണ്. അങ്ങനെ അവിടുത്തെ നാമത്താൽ കൃപയാൽ പാപമോചനം സാധ്യമാകുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ ദൗത്യം എന്താണെന്ന് അറിയാമോ? ലൂക്കോസ് 1:77 പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുൻപായി നടക്കും. ആർക്ക് മുൻപായി? യേശുവിന് മുൻപായി. അപ്പൊ യോഹന്നാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. യോഹന്നാന്റെ ഈ നടത്തത്തിൽ, പ്രസംഗത്തിൽ യോഹന്നാൻ എന്താ ചെയ്യുന്നത്? രക്ഷാപരിജ്ഞാനം കൊടുക്കുകയാണ്. എന്താണ് രക്ഷാപരിജ്ഞാനം? അത് പാപമോചനത്തിനായിട്ടുള്ളതാണ്. അപ്പൊ യോഹന്നാന്റെ ദൗത്യം ഇതാണ്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ പാപങ്ങളെ മോചിക്കുന്നവനാണ് എന്ന് പറയുന്നതാണ് രക്ഷാപരിജ്ഞാനം, പാപമോചനത്തിനായിട്ടുള്ള രക്ഷാപരിജ്ഞാനം. ലൂക്കോസ് 3:3 അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ യോർദാനക്കരെയുള്ള നാട്ടിൽ ഒക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അപ്പൊ യോഹന്നാന്റെ ദൗത്യം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന പാപമോചനത്തെ പ്രസിദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാന് 2 കാര്യങ്ങൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവാണ് പാപത്തെ പരിഹരിക്കുന്നത്. 2, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം യേശുക്രിസ്തു പാപത്തെ മോചിക്കുന്നവനാണെന്ന് ജനത്തിന് മുന്നമേ ഒരു അറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതാ പാപമോചനത്തിനായിട്ടുള്ള രക്ഷാപരിജ്ഞാനം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടുത്തെ പരസ്യ ശുശ്രൂഷ, എണ്ണമറ്റ അത്ഭുതങ്ങൾ, എണ്ണമറ്റ അടയാളങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാൻ അതിനെക്കുറിച്ച് എഴുതിയത്, അവൻ ചെയ്തതെല്ലാം കൂടെ എഴുതിയാൽ പുസ്തകങ്ങൾ ലോകത്തിലെങ്ങും ഒതുങ്ങത്തില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഒതുക്കാൻ പറ്റാത്ത വിധത്തിൽ അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവിടുന്ന് ചെയ്ത ഒരു ഭയങ്കര മിറക്കിളാണ് മനുഷ്യന് നൽകിയ പാപമോചനം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ കട്ടിലോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് കെട്ടിയിറക്കുകയാണ്. അവിടെ കർത്താവ് അവനോട് പറഞ്ഞ ഒരു വാക്ക്, മകനെ നിന്റെ രോഗം സൗഖ്യമായി എന്നല്ല, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അവിടെ അറിയേണ്ട കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവിടെ കൂടിയിരുന്ന ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നുവെന്ന് പറയുന്ന കുറച്ചാളുകൾ അവർക്കിതൊരു അലോസരമുണ്ടാക്കി. ചിലർ ചിന്തിച്ചു ഇത് ദൈവദൂഷണമാണ്. പക്ഷെ കർത്താവ് അവരുടെ നിരൂപണത്തെ ദൂരെ നിന്ന് ഗ്രഹിച്ചിട്ട് മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന്
നിങ്ങൾ അറിയേണ്ടതിന്. പക്ഷപാതക്കാരനോട് പറഞ്ഞ വാക്ക്, കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. കട്ടിലോടുകൂടെ കെട്ടിയിറക്കിയ പക്ഷപാതക്കാരൻ, പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ അധരത്തിലൂടെ പുറപ്പെട്ട വാക്കുകളാൽ മോചിക്കപ്പെട്ടവൻ, കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ പാപം മോചിക്കപ്പെടുകയും അവന്റെ രോഗം സൗഖ്യമാകുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു കാര്യം ഞാൻ നിർത്തി പറയാം. പല രോഗങ്ങളുടെയും പിന്നിലെ കാരണം പാപമാണ്. എല്ലാ രോഗങ്ങളും പാപത്താലാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും. പ്രകൃതിജന്യമായ, ശരീര സഹിതമായ പല കാരണങ്ങൾ കൊണ്ടും രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ കൃത്യമായി മരുന്ന് കാണും. ഡോക്ടർക്ക് കൃത്യമായി അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ കൃത്യം നോട്ട് ചെയ്തോണം. നിങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോവുകയും എക്സ്റേ, ECG, സ്കാനിങ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ ഇതെല്ലാം നടത്തിയിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നറിയാം. പക്ഷേ അതെന്താണെന്ന് നിർവചിക്കാൻ കഴിയാത്ത ഒരു ലെവലിൽ ഒരു ഡോക്ടർ എത്തുന്നുണ്ടെങ്കിൽ മിക്കവാറും അതിന്റെ പിന്നിലെ കാരണം പാപമായിരിക്കും. ഇവിടെ പാപം മോചിക്കപ്പെട്ടു, രോഗം സൗഖ്യമാക്കുകയും ചെയ്തു. ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യം, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പാപങ്ങൾ മോചിക്കുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ യേശു ക്രിസ്തു പാപം മോചിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, അവനോടുകൂടെ പന്തിയിലിരുന്ന ആളുകൾ പാപമോചനം കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അപ്പോ യേശുക്രിസ്തുവാണ് പാപമോചനം കൊടുക്കാൻ കഴിയുന്ന ഏക വ്യക്തി. ഒരു കാര്യം നിങ്ങൾ അറിയണം എന്റെ പ്രിയരെ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും, ചെറുതാകട്ടെ വലുതാകട്ടെ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും അത് ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണ്. ആ ദൈവത്തിന് വിരോധമായിട്ടുള്ള പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. അതിനാവശ്യം മാനസാന്തരമാണ്. അതിനാവശ്യം യേശുക്രിസ്തുവിലെ വിശ്വാസമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മിൽ സംജാതമാകുന്നുണ്ടെങ്കിൽ നമ്മിൽ പാപമോചനം സാധ്യമാകുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോസ്തോലിക സംഘത്തിന്റെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം എന്തായിരുന്നു? പാപമോചനമാണ്. ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 5:31, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. പാപമോചനം തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോസ്തലിക സംഘത്തിന്റെ പ്രസംഗം അതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:43 നോക്കിയേ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തി 13:38 നോക്കിയേ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. അപ്പോ അപ്പോസ്തോലിക സംഘത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ പ്രസക്തമായ ഭാഗം ഏതായിരുന്നു? പാപമോചനമാണ്. അപ്പൊ ദൂതന്മാർ പറയുന്നു ഇവൻ പാപത്തെ മോചിക്കുന്നവനാണ്. യോഹന്നാൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ മുന്നോടി പറയുന്നു ഇവൻ പാപത്തെ മോചിക്കുന്നവനാണ്. യേശുക്രിസ്തു താനായി തന്നെ പറയുന്നു പാപമോചനം കൊടുക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അപ്പോസ്തോലിക സംഘം ആവർത്തിച്ച് പ്രസംഗിക്കുന്നു യേശുക്രിസ്തുവാണ് പാപമോചനം നൽകുന്നത്. ഇനിയും അവിടെ ഒരു ചോദ്യമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന്റെ മാധ്യമം എന്താണ്? പാപമോചനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ പറയാം. കൊലോസ്യ ലേഖനം 1:14, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫീസ് ലേഖനം 1:7, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, മത്തായി സുവിശേഷം 26:28 യേശു പറയുന്നു ഇത് അനേകർക്ക് പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അപ്പൊ എങ്ങനെയാണ് പാപമോചനം സാധ്യമാകുന്നത്? അത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. കരങ്ങൾ ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞാണ്. യേശുക്രിസ്തുവിന്റെ രക്തമാണ് പാപത്തെ കഴുകുന്ന ഏറ്റവും വലിയ മാധ്യമം. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ,
യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പോലും അറിയാതെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കും. ഒരാമേ പറഞ്ഞാട്ട്. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കഠോരമായ പാപം ചെയ്താലും യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പിറവത്തിനടുത്ത് പാസ്റ്റർ ബാബു ചെറിയാന്റെ സെന്ററിലുള്ള ഒരു സഭയുടെ കൺവെൻഷനെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ സ്റ്റേജിൽ വലപ്പാട് ജോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ദൈവദാസനാണ്. പക്ഷേ അദ്ദേഹം ഏതാണ്ട് പല കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കുപ്രസിദ്ധി നേടിയ ഒരു ഗുണ്ടയായിരുന്നു. വലപ്പാട് ജോസ് എന്ന് പറയുന്ന നാടിനും നാട്ടാർക്കും ഒതുക്കാൻ കഴിയാത്ത മനുഷ്യനെ ഒരു ദൈവദാസനാക്കി കുഞ്ഞാടിനെ പോലെ വേദിയിൽ ഇരുത്തിയത് ആരാണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവാണ്. അതിന്റെ മാധ്യമം യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി എത്ര 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 പേരുകൾ. കരിക്കംവില കൊലക്കേസിലെ മദ്രാസിലെ മോൻ എന്ന സിനിമയുടെ പിന്നിൽ കാരണമായി തീർന്ന കരിക്കംവില കൊലക്കേസിലെ പ്രതിയായിരുന്ന റെനി ജോർജ് എന്ന് പറയുന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ സുവിശേഷകനാക്കി മാറ്റിയത് ഈ പാപം ക്ഷമിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. തീർന്നില്ല. ഗീതാകൃഷ്ണൻ എന്ന് പറയുന്ന തങ്കമണി കൊലക്കേസിലെ പ്രതി, തങ്കമണി എന്ന് പറയുന്നത് അങ്ങ് കട്ടപ്പനയ്ക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. തങ്കമണി കൊലക്കേസിലെ പ്രതിയായ ഗീതാകൃഷ്ണനെ ഇന്നത്തെ പരുവത്തിൽ മാറ്റിമറിച്ചത് ഈ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഇങ്ങനെ എത്ര 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 ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിചയമുള്ള മറ്റു പലരുമുണ്ട്. ഇസ്മയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 41 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി. പൂജപ്പുര സെൻട്രൽ ജയിൽ ഉൾപ്പെടെ, വിയൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പല പല പലവട്ടം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു തടവ് പുള്ളി. ഈ മനുഷ്യനെ ഈ രക്തം കഴുകി കേട്ടോ. ഇന്ന് 18 വർഷമായി ഷാരോൺ സഭകളുടെ പാസ്റ്ററായി അദ്ദേഹം കോയമ്പത്തൂരുണ്ട്. ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഈ മനുഷ്യർക്കൊക്കെ ഈ വിധത്തിൽ മാറാൻ കഴിയുന്നത്? ഇവരെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരൊറ്റ മാധ്യമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ രക്തത്തിന്റെ പവർ എന്താണെന്ന് ഞാൻ ഒരു വാക്ക് കൊണ്ടൊന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള, ഞാൻ എന്ന ഒരു വ്യക്തി, ഈ വേദിയിൽ ഇരിക്കുന്ന ആരുമാകട്ടെ, ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് 5.5 ലിറ്റർ മുതൽ 6.5 ലിറ്റർ വരെ രക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലും 5.5 ലിറ്റർ മുതൽ 6.5 ലിറ്റർ വരെ രക്തമാണ് ഉണ്ടായിരുന്നത്. ഈ രക്തമാണ് പീലാത്തോസിന്റെ ഗബഥ എന്ന കൽത്തള മുതൽ ഗോൽഗോഥ വരെ ഒഴുക്കപ്പെട്ടത്. ഈ രക്തമാണ് ഏറ്റവും ഒടുവിൽ ആ ഹൃദയത്തിന്റെ വാൽവിനകത്ത് തങ്ങി നിന്ന് അവസാനത്തെ തുള്ളി രക്തം, അത് രക്തവും വെള്ളവുമായി കുന്തം കൊണ്ട് കുത്തി പുറത്തേക്ക് എടുത്തത്. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രക്തം ചിന്തപ്പെട്ടു. പക്ഷെ നിങ്ങൾ അറിയണം, 2000 വർഷമായി ഇതുപോലെയുള്ള എത്ര 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 കോടിക്കണക്കിന് പാപികളുടെ പാപത്തെ ഈ രക്തം കഴുകുകയാണ്. ഇന്നും അതിൻ്റെ കഴുകുന്ന ശക്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഉപദ്രവി നിഷ്ഠൂരനുമായ മനുഷ്യൻ ഉൾപ്പെടെ അവരുടെ പാപം ഉൾപ്പെടെ കഴുകിയ അതേ രക്തം, അതേ ശക്തിയോടെ ഈ 2023 ഡിസംബർ മാസം 5-ാം തീയതി ഈ കൺവെൻഷൻ വേദിയിൽ, ബ്ലസ് മുട്ടച്ചൽ എന്ന് പറയുന്ന ഈ കൺവെൻഷൻ വേദിയിൽ വിശ്വസിക്കുന്ന ഒരു പാപിയുടെ പാപത്തെയും കഴുകാൻ അന്നെന്നതുപോലെ ഇന്നും പര്യാപ്തമാണ്. കരങ്ങൾ ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഈ രക്തത്തിന്റെ സവിശേഷത പാപം മോചിക്കുന്നുവെന്ന് മാത്രമല്ല, അതാണ് ഏറ്റവും കാതലായ കാര്യം. പാപം മോചിക്കുന്നുവെന്ന് മാത്രമല്ല, മഹാപീഡന കാലഘട്ടത്തിൽ അന്ന് ജീവിക്കാനിരിക്കുന്ന വിശുദ്ധന്മാർ, അവരാരോ അവർ ജയിക്കുന്നത്, സാത്താന്യ മണ്ഡലങ്ങളെ ജയിക്കുന്നത് ബാലസ്റ്റിക് മിസൈൽ കൊണ്ടല്ല, സ്കഡ് മിസൈലുകൾ കൊണ്ടല്ല, അണ്വായുധങ്ങൾ കൊണ്ടല്ല, മറ്റേതെങ്കിലും രാസായുധങ്ങൾ കൊണ്ടുമല്ല. അവരന്ന് സാത്താനെ ജയിക്കാൻ പോകുന്നത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു.
അവർ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും പിശാചിനെ ജയിച്ചു. ഇന്ന് രാത്രിയിൽ സാത്താന്യ ലോകത്തിന്റെ മേൽ അന്നും ഇന്നും എന്നും ഒരു വ്യക്തിക്ക് ജയം പ്രഖ്യാപിക്കണമെങ്കിൽ അതിനുള്ള ആയുധവും യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഈ രാത്രി യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഉറക്കെ പറഞ്ഞാൽ നിന്റെ പാപത്തെ കർത്താവ് ക്ഷമിക്കും. അതാ നമ്മൾ പാടുന്നത്. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. ഏത് വലിയ പാപത്തെയും യേശു ക്രിസ്തു ക്ഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുത്രൻ തരുന്ന സ്വാതന്ത്ര്യത്തിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അതിനനുബന്ധമായി നമ്മൾ കിട്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, പാപത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ട് കഴിയുമ്പോൾ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിയുമ്പോൾ കുറ്റബോധങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുകയാണ്. കുറ്റബോധം എന്ന് പറയുന്നത് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഞാനതൊന്നും കൂടെ ഒന്ന് വിശദീകരിച്ചോളാം. കുറ്റബോധം എന്ന് പറഞ്ഞാൽ, ഈ കുറ്റബോധം മനുഷ്യനോട് പറയും, നിനക്ക് യോഗ്യതയില്ല, പ്രാർത്ഥിക്കാൻ നിനക്ക് യോഗ്യതയില്ല, ആരാധിക്കാൻ നിനക്ക് യോഗ്യതയില്ല, നീ അത് പറഞ്ഞതാ, നീ ഇത് ചെയ്തതാ, നീ അങ്ങനെ നടന്നതാ, നീ ഇങ്ങനെ നടന്നതാ. ഇത് മനുഷ്യനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കറിയാം ഒട്ടനവധി ആളുകൾ കുറ്റബോധത്തിൻ്റെ കീഴിലാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു കുറ്റബോധത്തിൻ്റെ കീഴിലും കിടക്കേണ്ട കാര്യമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു കുറ്റബോധത്തിൻ്റെ കീഴിലും കിടക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അതിൻ്റെ കാരണം റോമാലേഖനം 8-33 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? എൻ്റെ സുഹൃത്തെ, ഇന്നലകളുടെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ നീ പലതും ചെയ്തു കാണും. പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, ഇന്നലകളിൽ ചെയ്ത പാപങ്ങളെ റോമാലേഖനം 3 അതിൻ്റെ 24-25 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, കേട്ടോ, രക്ഷിക്കപ്പെട്ട അന്നു വരെ ചെയ്ത മുഴുവൻ പാപത്തെയും ഒന്നുപോലും പിന്നിൽ വെക്കാതെ മുഴുവനും ക്ഷമിക്കുന്നതാണ് ദൈവത്തിൻ്റെ പാപക്ഷമയുടെ രീതി. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പാപക്ഷമ പ്രാപിച്ചവരുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന ബോധ്യം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ മാത്രമാണ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, തലയ്ക്ക് മീതെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. അതൊരു വലിയ ബോധ്യമാണ് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപം കഴുകപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഓർത്തോണം. റോമർ 8:33, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? നമ്മൾ രക്തത്താൽ കഴുകപ്പെട്ടവരായതുകൊണ്ട് ഇനിയും അത് ഓർത്തെടുത്ത് നമ്മെ കുത്തി മുറിവേൽപ്പിക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ അകത്ത് കുറ്റബോധം നിരന്തരമായി ഇടുന്നത് പിശാചിന്റെ പരിപാടിയാണ്. പക്ഷെ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. എന്നാൽ കുറ്റബോധം ഉണ്ടാക്കുന്നത് പിശാചായിരിക്കും. നിനക്ക് യോഗ്യതയില്ല, നീയാണോ പ്രാർത്ഥിക്കുന്നത്, നീയാണോ ആരാധിക്കുന്നത്, നീയാണോ പാടുന്നത്, നീയാണോ വായിക്കുന്നത്, നീയാണോ ഇത് ചെയ്യുന്നത്, നിനക്ക് യോഗ്യതയില്ല. കഴുകപ്പെട്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിൽ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരാമേൻ പറഞ്ഞാട്ട്. പോരാ പോരാ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പഴയ പാട്ടുണ്ട്, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ. ഈ രക്തത്തിൽ കഴുകപ്പെട്ടാൽ, ഈ രക്തത്തിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ കഴുകപ്പെടാത്ത ഒരൊറ്റ പാപം പോലുമില്ല. ഞാൻ ആ പാട്ട് പാടുന്നില്ല. സ്തോത്രം. അപ്പോൾ ഒന്ന് കുറ്റബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുകയാണ്, മറ്റൊന്ന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യമാണ്. എന്നോടൊപ്പം വരണേ. ഈ പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. പാപത്തിൻ്റെ ശിക്ഷ. പാപത്തിൻ്റെ ശിക്ഷ എന്താ? പാപത്തിൻ്റെ ശിക്ഷ എന്താ? പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്.
മരണം എന്ന് പറയുമ്പോൾ കേവലം ഫിസിക്കൽ ഡെത്ത് എന്ന് മാത്രം ചിന്തിക്കരുത്. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, തീപ്പൊയ്ക രണ്ടാം മരണം. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യന്റെ മുൻപിൽ തുറന്നു വെച്ച നരകവിധിക്കകത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. അതാ റോമലേഖനം 8-1 പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എല്ലാവരും കൂടെ ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്. ഒന്ന് ചൊന്നോടെന്ന് പറഞ്ഞേ, ശബ്ദമുയർത്തി, ഇടിവെട്ടുന്നത് പോലെ ഒന്ന് പറഞ്ഞേ, ജയാ സൗണ്ടിനെ വെല്ലുന്ന വിധത്തിലൊന്ന് പറഞ്ഞേ, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്. ഈ ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഏതോ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ലാഘവത്തോടെ ഇരിക്കുന്നത് പോലെ, പുന്നപ്പറയുടെ വയലാറിൽ കയ്യൂരിൽ കൈ വെള്ളൂരിൽ ഞങ്ങൾക്കായി മരിച്ചവരെ, ഇഞ്ചിഞ്ചായി മരിച്ചവരെ, നിങ്ങളുടെ ചങ്കിലെ ചോരയും, അങ്ങനെ പറയുന്നതിന് പോലും ഒരു ആവേശമുണ്ട്. ഇത് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിലനിൽക്കുന്ന തെറ്റില്ലാത്ത, തെറ്റിക്കൂടാത്ത ദൈവവചനമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഉച്ചത്തിലെന്ന് പറഞ്ഞ്, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട നമ്മൾ ആരും ശിക്ഷാവിധിക്കകത്തല്ല. സ്തോത്രം. അങ്ങനെ ഒരു പഴയ പാട്ടുണ്ട്, പാടുന്നില്ല. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, നാം വിമോചിതരായല്ലോ. ശിക്ഷ പോയെന്ന്, നാം രക്ഷിതരായെന്ന്, വിമോചിതരായെന്ന്. നമ്മുടെ ശിക്ഷ പോയി കേട്ടോ. ആ കരം ഉയർത്തി പിടിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ശിക്ഷ പോയി കേട്ടോ, ശിക്ഷ പോയി. പിന്നെ ശിക്ഷ പോയി, ഇനി മേലാൽ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്. മലയാളം ബൈബിളിൽ ആ വാക്യം കംപ്ലീറ്റ് അല്ല. ആ കംപ്ലീറ്റായി വാക്യം അവിടെ ഉണ്ട്, പക്ഷെ 4ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അടുത്തൊരു സെന്റൻസ് കൂടെ ഉണ്ട്. ഹു വാക്ക് നോട്ട് ആഫ്റ്റർ ദ ഫ്ലഷ് ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ വാക്യം കംപ്ലീറ്റ് ആകത്തില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ ശമ്പു തിരുമ്മി തിന്നുന്ന ചേട്ടൻ ഇത് കേട്ടോണ്ടിരിക്കുക. പുള്ളി ചർച്ച വന്ന് അല്ലെങ്കിൽ ഈ സ്തോത്രമൊക്കെ പറയുമെങ്കിൽ പുള്ളി ഈ സാധനം വിടത്തില്ല. പുള്ളി ഇതിങ്ങനെ ഊരുട്ടി അടിച്ചെടുത്ത് പരത്തി, ഒന്ന് ഇടത്തോട്ട്, ഒന്ന് വലത്തോട്ട്, ഒന്ന് മുകളിലോട്ട്, ഒന്ന് താഴോട്ടും ഒക്കെ വെച്ച് പുള്ളി പെരുത്താൻ നടക്കുന്നേ. എന്നിട്ട് ഞായറാഴ്ച ഇതെല്ലാം കൂടെ ഉഴപ്പി കളഞ്ഞിട്ടാണ് പുള്ളി ആരാധനയ്ക്ക് വരുന്നത്. ഈ പുള്ളി ഇത് കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നും ഇതൊക്കെ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. തെറ്റിദ്ധരിക്കില്ല, അത് പറയാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ചിലരുണ്ടല്ലോ, അവർ ബിവറേജിൻ്റെ മുന്നിലൂടെയൊക്കെ ഇങ്ങനെ പോകും. അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് മഞ്ഞ കവറിനകത്തൊക്കെ മേടിച്ചോണ്ട് വരും മറ്റേ സാധനം. എന്നിട്ട് അതൊക്കെ കൊണ്ടുവച്ച് അടിക്കും. എന്നിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പള്ളി വരും. പക്ഷേ ഈ ഇടപാടൊക്കെ ഉണ്ട്. അച്ഛാ, ചിലർ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ, കോട്ട കിട്ടുന്നതിന് കുഴപ്പമില്ലെന്നാ. കോട്ട സർക്കാർ തരുന്നതായതുകൊണ്ട് അത് പാവമല്ലെന്നാണ് ചിന്തിക്കുന്നത്. നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വേറൊരു പ്രസംഗത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്, സാന്ദർഭികമായിട്ട് പറയാം. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കം വിധിച്ച ചില പുള്ളികളുണ്ട്. അവർക്ക് തല്ലില്ല, മനസ്സിലായോ? കൊല്ലാൻ വെച്ചേക്കുന്നവന് തല്ലില്ല. ഈ പണിയെല്ലാം ചെയ്തിട്ട് ആലയത്തിൽ വന്ന് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി, കൊല്ലാൻ വെച്ചേക്കുക. നിനക്ക് തല്ലില്ലാത്ത അതുകൊണ്ടാണ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മളെ പലരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവൻ ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ട് അവനൊരു കുഴപ്പമില്ലല്ലോ, അവൻ്റെ പിള്ളേർക്കും കുഴപ്പമില്ല, അവനും കുഴപ്പമില്ല, അവനിങ്ങനെ തടിച്ചുരുണ്ട് വരും, അവൻ്റെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുക. ആസാഫിന് പറ്റിയ ഒരു പറ്റ് നമുക്കെല്ലാം പറ്റാറുണ്ട്. അതന്നെ, അവനെ കൊല്ലാൻ വെച്ചേക്കും. അതുകൊണ്ടാണ്. കാരണം അപ്പൻ സ്നേഹിക്കുന്നവനെ, അതങ്ങനെ കർത്താവിൻ്റെ രീതി. അത് അപ്പൻ സ്നേഹിക്കുന്നവനെ തല്ലും, അത് കർത്താവിൻ്റെ രീതിയാണ്. തല്ലില്ലെങ്കിൽ തള്ളി എന്നർത്ഥം. ഒരാമയും പറഞ്ഞോട്ടെ. അപ്പൊ ഇപ്പൊ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ആത്മാവിനെ അനുസരിക്കുകയും വേണം, ജഡത്തെ അനുസരിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞത്. അല്ലാതെ എങ്ങനെയും നടക്കുന്നവന് ശിക്ഷാവിധി ഇല്ലെന്നല്ല. അത് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ എന്ന് പറഞ്ഞ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആര്? ആത്മാവിനെ അനുസരിക്കുന്നവർ. ആര്? ജഡത്തെ അനുസരിക്കാത്തവർ. അവർക്ക് ശിക്ഷാവിധി
ഇല്ല. അപ്പൊ ഒന്ന്, പാപമോചനത്തിൽ സംഭവിക്കുന്ന ഇതര വിടുതലുകൾ, പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. രണ്ട്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇനി അതിൽ മൂന്നാമതൊരു പാർട്ട് കൂടെ ഉണ്ട്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം. പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെട്ടാലും ചിലരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് പാപത്തിന്റെ ശക്തി. ഈ പാപത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ആസ്വാദ്യത ഇങ്ങനെ മനസ്സിൽ കിടക്കുക. ഞാനൊരു നല്ല എക്സാമ്പിൾ പറയാം. ഇപ്പം മാർക്കറ്റിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ പേര് പറയും, ഈ ചാർമിനാർ സിഗരറ്റ്. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് വലിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഒരു ചെയിൻ സ്മോക്കറായ ഒരാൾ, അങ്ങനെ രക്ഷിക്കപ്പെട്ടു. പുള്ളി പരിപാടി അങ്ങ് നിർത്തി. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞു. പുള്ളി ഒരിക്കൽ ഒരു മുട്ടച്ചൽ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, വെള്ളറുടെ ജംഗ്ഷനിൽ പുള്ളി പോയി നിൽക്കുക. തൊട്ടടുത്ത് നിന്ന് ചാർമിനാറിൻ്റെ സിഗരറ്റ് ഒരുത്തും വലിച്ചോണ്ട് നിൽക്കുക. അപ്പം വലിക്കാത്ത അച്ചായനാ ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പം ഈ പുള്ളി വലിക്കത്തില്ലേലും വലിച്ചോ? ഇല്ല, പക്ഷെ ആസ്വദിച്ചു. ഇന്നലകളിൽ ചെയ്ത പാപത്തിൻ്റെ ആസ്വാദനം. നമുക്ക് ഈ സിഗരറ്റിൻ്റെ കാര്യമൊക്കെ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ആസ്വാദനം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഓർത്തോണം, പാപത്തിൻ്റെ ശക്തി കിടപ്പുണ്ട്, ഉറപ്പാ. ഒന്നുകൂടെ ഞാൻ പറയും, ഇന്നലകളിലെ പാപത്തിൻ്റെ ആസ്വാദനം നമ്മിൽ ഇന്നും ഉണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നലോകത്തിൽ സഞ്ചരിക്കുന്നത് പോലെ അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പാപത്തിന്റെ ശക്തി കിടപ്പുണ്ട്. ഈ പാപത്തിന്റെ ശക്തിയുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? പഴയതുപോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായി പുള്ളി മൂക്കുമിടിച്ച് വീണിരിക്കും. ആ ഭാഷ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ അനുഭവിക്കാത്തവൻ ഒരനുകൂല സാഹചര്യവും ഒരു സമ്മർദ്ദവും അതിനൊരു സമ്മതം കൂടെ ഉണ്ടായാൽ അവൻ പാപം ചെയ്തിരിക്കും. അപ്പൊ പാപത്തിൽ നിന്നുള്ള ഫ്രീഡം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറ്റത്തിൽ നിന്ന്, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരണം, അതിൻ്റെ ശിക്ഷയിൽ നിന്ന് പുറത്തു വരണം, അതിൻ്റെ ശക്തിയിൽ നിന്ന് പുറത്തു വരണം. ആമേൻ. ആട്ടെ, അങ്ങനെ വിടുവിക്കപ്പെടാനുള്ള മാർഗം എന്താ? ഞാൻ ഇവിടെ 2-3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാം. പാപമോചനം ഒറ്റ സെക്കൻഡിൽ നടക്കുന്ന കാര്യമാണ്. യേശുവേ എന്ന് വിളിച്ചാൽ മതി, പാപമോചനം സാധ്യമാണ്. പാപമോചനത്തിന് അതിനപ്പുറത്തുള്ളതൊന്നും പറയുന്നില്ല. എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചാൽ മതി, ആ സെക്കൻഡിൽ അതുവരെ ചെയ്ത മുഴുവൻ പാപവും ക്ഷമിക്കപ്പെടും. പക്ഷേ ഇത് സംഭവിച്ചാലും ആമേൻ, കുറ്റബോധമോ പാപത്തിന്റെ ശക്തിയോ ഒക്കെ നമ്മളിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് തന്നെ കിടപ്പുണ്ട്. റോമലേഖനം 6:22 അവിടെ വായിക്കുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. കേട്ടോ, അപ്പൊ പാപത്തിൽ നിന്ന് ഒരു വ്യക്തി പുത്രനിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് അടുത്ത ഘട്ടത്തിൽ അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദൈവത്തിന് ദാസനാകുക. ആമേൻ. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന അന്നു മുതൽ ദൈവത്തിന്റെ മുൻപിൽ സറണ്ടർ ആകുക. ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുമെന്നല്ല. ശരിയായ ക്രിസ്തീയ ജീവിതം എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം മതി എന്ന് പറയുന്നതാണ്. അതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ
ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഒന്നുകൂടെ പാടിക്കേ. എൻ ദൈവമേ, ഹൃദയത്തിൽ നിന്ന് പാടാമോ? വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ, എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇത് നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ഭാവിയിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ വിവാഹത്തിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജോലിയിൽ എൻ്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി. ഇത് ഒരുവൻ പറഞ്ഞു തുടങ്ങുമ്പോഴാ അവൻ ദൈവത്തിന് ദാസനാകുന്നത്. യോഹന്നാൻ പറഞ്ഞില്ലേ, ഞാൻ കുറയണം, നീ വളരണം. പോൾ പറഞ്ഞില്ലേ, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. ഇവിടെയാണ് ഒരുവൻ ദൈവത്തിന് ദാസനാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കൂടാതെ ഒരു യാത്രയില്ല, ദൈവത്തെ കൂടാതെ ഒരു വഴിയില്ല, ദൈവത്തെ കൂടാതെ ഒരു പ്രവൃത്തിയില്ല. സർവ്വതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും, എൻ്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി? പ്രസംഗം നിർത്തുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം ഉണ്ടാവുക. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഒരുമിച്ച് ഒരു മിനിറ്റ് ദയവായിട്ട് എല്ലാവരും ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ധൈര്യമായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ബൈബിൾ പറയുന്നു, പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദം വിട്ട് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവ്, എന്നിലും എൻ്റെ തലമുറയിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ നാളുകളിലും എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതി. പ്രാർത്ഥിച്ചോ, അങ്ങയുടെ ഇഷ്ടം മതി. ശരിക്കും ദൈവ ഇഷ്ടത്തിന് നിങ്ങൾ സറണ്ടർ ആകുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേദന തോന്നുന്നത് പോലെ നന്മയായി തീരും, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് പോലെ നന്മയായി തീരും. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും ചേർന്ന്, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിക്കുവാൻ പ്രാപ്തിയുള്ള സകലരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയും, കാര്യങ്ങൾ തിരിയും, കാര്യങ്ങൾ തിരിയും, കാര്യങ്ങൾ തിരിയും. റോഖോ ഷകമന റഥമ ശിഖതമന ഗഡഗധന. ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ടൈമുകളാണ് ഇതുപോലുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ഈ വചനം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ് ഇതുപോലുള്ള പ്രാർത്ഥനകൾ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്. പലതും പരാജയപ്പെട്ടു, ദൈവം അനുവദിക്കാത്ത പലതിലും ചെന്ന് പാദം വെച്ച്, പലതിലും തൊട്ടു, പലയിടത്തും ചെന്ന് പെട്ടുപോയി, കുടുങ്ങിയതുപോലെ തകർന്ന് തരിപ്പണമായി പോയി. കർത്താവിനോട് പറ, ഒത്തിരി പരാതി ഞാൻ കണ്ടു കർത്താവേ, അങ്ങയുടെ ഇഷ്ടമില്ലാത്ത പലതിനകത്തും ചെന്ന് കാലുവെച്ചു, കൈവച്ചു, പലതിനകത്തും ചെന്ന് ഇടപെട്ട് ഞാൻ 8 നിലയിൽ പൊട്ടിപ്പോയി. ഇന്ന് രാത്രി എന്നെ തിരിച്ചു പിടിക്കണം. എന്റെ ജീവകാലത്ത് ഇനിയും ഒരിക്കലും എന്റെ ഇഷ്ടം വേണ്ട. ഓ മൈ ഗുഡ്നസ്. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. ഒന്നോടൊന്ന് പഠിക്കേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. അതിനകത്ത് അടുത്ത ഒരു വരിയുണ്ട്, ഞാനവനുള്ളം കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഞാനവനുള്ളം കൈയിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതിൽ, ഒരുമിച്ചൊന്ന് പാടിക്കേ. ഇന്നെനിക്കു വന്നു
എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയ. എനിക്കറിയാം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, ചില പ്രത്യേക പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാഴമായി തൊടുകയും വ്യക്തികളെ വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നു. അങ്ങേ ഇഷ്ടം എന്നിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവൻ ദൈവത്തിന് ദാസനാകുമ്പോ അവൻ പറയും, എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി, നിന്റെ ഇഷ്ടം മതി. ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിതരായാൽ നിങ്ങൾ ഇരിക്കുന്നത് കർത്താവിൻ്റെ കൈക്കുള്ളിലാ. ജീസസ്. ഞാൻ ചില കുടുംബങ്ങളോട് പറയാം, മന്ത്രവാദങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ആഭിചാരങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ഏതോ ദേശത്തിൻ്റെ ആധിപത്യങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ശാപങ്ങളെ നിങ്ങൾ പേടിക്കണ്ട. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസനായി മാറിയ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചത്തിലൊന്ന് സ്തുതിച്ച് ആരാധിച്ചാൽ. അപ്പൊ ഒന്ന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പുത്രൻ വരുത്തുന്ന രണ്ടാമത്തെ സ്വാതന്ത്ര്യം ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അത് ആ ടോപ്പിക്കിനകത്ത് വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, അത് കഴിഞ്ഞു പോയ കാര്യം. എന്നാലും ഞാനൊന്ന് പറയാം, സ്വാതന്ത്ര്യത്തിൻ്റെ വാല്യൂ ഒന്ന് മനസ്സിലാക്കാൻ. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം എന്താണെന്ന് ആദ്യം അറിയണം. ഗലാത്യലേഖനം 3:21, ന്യായപ്രമാണം ജീവിപ്പാൻ കഴിയുന്നതല്ല എന്ന് പറയുകയാണ്. ജീവിക്കാൻ കഴിയുന്നതല്ല, അതിൻ്റെ നിവർത്തീകരണം നടക്കത്തില്ല, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, അവിടെ ഒരു ഡിജിറ്റൽ മിക്സറുണ്ട്, നല്ല സ്പീക്കേഴ്സ് ഉണ്ട്, ഇവിടെ കോർഗ് 1000 ഉണ്ട്, SPD 20 ഉണ്ട്, പിന്നെ അക്കായി എന്താ എൻ്റെ പേരെന്തോ സാമ്പിളർ, ഇങ്ങനെ പല സംവിധാനങ്ങൾ ഇവിടെ വർക്കാകുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ചലിക്കുന്നത് സത്യത്തിൽ കറണ്ട് ഉള്ളത് കൊണ്ടാണ്. കറണ്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ. കറണ്ടാണ് ഇതിനെയെല്ലാം ചലിപ്പിക്കുന്നത്, അല്ലേ? ഇതുപോലെ ന്യായപ്രമാണം അരുതെന്ന് പറയുന്നുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാനുള്ള പവർ സപ്ലൈ ചെയ്യുന്നില്ല. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അരുത്, പക്ഷേ ചെയ്യാതിരിക്കാനുള്ള കരുത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ലഭിച്ചിരുന്നെങ്കിൽ അത് ജീവിക്കാൻ കഴിയുന്നതല്ല. ഗലാത്യലേഖനം 3:11 പറയുന്നുണ്ട്, ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യലേഖനം 3:19 പറയുന്നുണ്ട്, ന്യായപ്രമാണം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ആമേൻ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രോബ്ലം അതാ. പക്ഷെ പുത്രൻ എന്താ ചെയ്തെന്നറിയാമോ? ഗലാത്യലേഖനം 4:4 പറയുകയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനെ നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണം പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞ നമ്മെ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി നമ്മളെ അങ്ങ് വിടുവിച്ചു. ഒരാമേൻ പറഞ്ഞാട്ട്, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയപ്പെട്ടവരാ. ഗലാത്യലേഖനം 3:13 വായിക്കുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി നാം വിടുവിക്കപ്പെട്ടു. ഇപ്പൊ അതിന്റെ കീഴിലല്ല. ഒരാമേൻ പറഞ്ഞാട്ട്, പുത്രൻ ഫ്രീഡം തന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ കർത്താവിനെ ശരിക്കും അങ്ങ് ആരാധിക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ സമാധാനം
തരാൻ കഴിയാത്ത ന്യായപ്രമാണത്തിൻ്റെ ആചാരത്തിനകത്ത് പെട്ടുപോയേനെ. പക്ഷെ പുത്രൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആമേൻ. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. മൂന്നാമത്തെ പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം റോമർ 6:19. അവിടെ വായിക്കുന്നത് അധർമ്മത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യമെന്ന. സകല അധർമ്മങ്ങളിൽ നിന്നും അവിടെ നമ്മൾ പിടിച്ചു. എന്തുവാ ഈ അധർമ്മം എന്ന് പറയുന്നത്? അധർമ്മം, ഗ്രീക്കിൽ അധർമ്മം എന്നുള്ളതിന് അനോമിയ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അധർമ്മം, ഇല്ലീഗാലിറ്റി, വിക്കറ്റ്നെസ്, ഇനിക്വിറ്റി, അൺറൈച്ചസ്നെസ്. നമ്മളെ അതിനകത്തുനിന്ന് വിടിവിച്ചു. നമ്മൾ ആ വിക്കറ്റ്നെസ്സിലായിരുന്നു, നമ്മൾ ആ ഇല്ലീഗാലിറ്റിയിലായിരുന്നു, നമ്മൾ ആ ഇനിക്വിറ്റിയിലായിരുന്നു, അകൃത്യങ്ങളിൽ നമ്മൾ നീതികേടിലായിരുന്നു. പക്ഷേ കർത്താവ് നമ്മളെ വിടുവിച്ചു. ആ വിടുതൽ അനുഭവിച്ചവരൊരു ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. ഗലാത്യർ 4:8 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഞാൻ ദൈവമാണെന്ന് പറയുകയും ദൈവത്വത്തിന്റെ സ്വഭാവം ഇല്ലാതിരിക്കുകയും ചെയ്ത ദൈവങ്ങളാണെന്ന് അഭിനയിക്കുന്ന ചിലതിന്റെ കീഴിലായിരുന്നു, അടിമപ്പെട്ട് നടന്നു. പക്ഷേ ആമേൻ, 4ാമത്തെ ഫ്രീഡം പുത്രൻ നമുക്ക് തന്നത്, അതിന്റെ കീഴിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. രാമേൻ പറഞ്ഞാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ലഭ്യമാകുന്ന വിടുതൽ ചെറുതല്ല. പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം വലുതാണ്. ഇന്നലകളിൽ പലതിൻ്റെയും അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, ഇനിയും നിന്നെ തൊടുമെന്നും ഇനിയും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവ വന്നാൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവയുടെ കീഴിൽ നിന്ന് അവിടെ നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഇതൊരു വലിയ തിരിച്ചറിവ്. ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുകയാണ്. ഇന്ന് രാത്രി പുത്രൻ നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കേണ്ടത്. അവരാമയും പറഞ്ഞേര്. ഹല്ലേലൂയ. അടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ ഭയത്തെ നമ്മൾ പല വിധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ദൈവത്തോടടുക്കാനുള്ള ഭയം നമുക്കുണ്ടായിരുന്നു. റോമലേഖനം 8:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ദൈവത്തോടടുക്കാനുള്ള ഒരു ഭയം ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ പറയുകയാണ്, കുഞ്ഞെ നീ ഇന്ന് പേടിക്കണ്ട. നിന്റെ മേൽ കിടക്കുന്ന ആ ആത്മാവ് പേടിപ്പിക്കുന്ന ആത്മാവല്ല, ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല. നിന്റെ മേൽ കിടക്കുന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആമേൻ, നമ്മൾ ആ ഭയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ആമേൻ. പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുമാത്രമല്ല നമുക്ക് കിട്ടിയ ആ ഭയത്തിൽ നിന്നുള്ള ഫ്രീഡം. സ്തോത്രം. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് രോഗഭയം. രോഗഭയം ആമേൻ എന്ന് പറയുമ്പോൾ തലവേദന വന്നാൽ ചിന്തിക്കും ബ്രെയിൻ ട്യൂമറാണോ, നെഞ്ചത്തൊരു വേദന വന്നാൽ ഉടനെ ചിന്തിക്കും അറ്റാക്കാണോ, വയറ്റിലൊരു വേദന വന്നാൽ ഉടനെ ചിന്തിക്കും ക്യാൻസർ ആണോ, കാലയിലൊരു വേദന വന്നാൽ ഉടനെ ചിന്തിക്കും മുറിച്ചു കളയേണ്ടി വരുമോ, അപ്പോൾ ഒരു സർജറിയുടെ ആവശ്യമുണ്ടോ. ഭയങ്കര ഭയമാണ്. ഇങ്ങനെ രോഗഭയമുള്ള ആളുകളെ എനിക്കറിയാം. രോഗഭയം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തലവേദന വന്നാൽ വീട്ടിലങ്ങ് ബഹളമാണ്. എന്നെ കൊണ്ടുപോകണം, ആശുപത്രി കൊണ്ടുപോകണം, അത് മുന്തിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ആ ടെസ്റ്റ് ഈ ടെസ്റ്റ്, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാം ചെയ്ത് ഒരു ദിവസം കടന്നു കഴിയുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്കൊരു കുഴപ്പമില്ല, കുറച്ച് നാളത്തേക്ക് സമാധാനം. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, വീണ്ടും രോഗഭയമാണ്. ഇങ്ങനെ നിരന്തരമായി രോഗഭയത്തിൽ കിടക്കുന്ന ആളുകളെ എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യത്തിൽ രോഗഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി ആ വിധത്തിൽ ആമേൻ ആകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. രോഗഭയത്തിൽ നിന്ന് അവിടുന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ്. രണ്ടാമത്തെ ഒരു ഭയമാണ് മരണഭയം. അയ്യോ, അതൊരു വലിയ സംഭവമാണ് മരണഭയം. മരണഭയത്തിലേക്ക് ഒരുവൻ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നത് ഭയമാണ്. മരണവീടുകളിൽ കേൾക്കുന്ന പാട്ട് തന്നെ ഭയമാണ്. സമയമാൻ്റെ വന്ന പാട്ട് ഇവിടെ പാടത്തില്ലേ? മരണവീടുകൾ പാടും, പിന്നെ പാടും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു 15കാരൻ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, അമ്മ 1-2 പ്രാവശ്യം അത് കേൾക്കും. 3-ാം പ്രാവശ്യം ചോദിക്കും നിനക്ക് വേറെ ഒന്നും പാടാനില്ലയോടാന്ന്.
കാരണം അതിനകത്തൊരു നമ്മുടെ അകത്തൊരു നെഗറ്റീവ് ഫീല് കിടപ്പുണ്ട്. അത് പാട്ടിൻ്റെ കുഴപ്പമല്ല കേട്ടോ. ആ പാട്ട് എഴുതിയത് മരണ വീട്ടിൽ പാടാനല്ല, അത് ഒരു വലിയ വെളിപ്പാടിൽ എഴുതിയ പാട്ടാണ്. അതൊരു ഭയങ്കര വെളിപ്പാടിൽ എഴുതിയ പാട്ടാണ്. അതൊരു ഭയങ്കര ഓർമ്മപ്പെടുത്തല. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. ചിലര് പേടിച്ച് നാളെ യോഗത്തിന് വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അത് എൻ്റെ പ്രിയരെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം മുൻപോട്ടും പോകാൻ പറ്റും, പുറമോട്ടും പോകാൻ പറ്റും. 2 ഗിയറുണ്ട്. മുൻപോട്ട് പോകാനും ഗിയറുണ്ട്, പുറകോട്ട് പോകാനും ഗിയറുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ വേറൊരു വാഹനത്തിലെ യാത്രികരാണ് കേട്ടോ. ഉറങ്ങുമ്പോഴും ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, നിൽക്കത്തില്ല. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ജനിച്ചപ്പോൾ ഓടാൻ തുടങ്ങിയതാ. അതിൻ്റെ ചക്രത്തിൻ്റെ ആ കറക്കം നിൽക്കണമെങ്കിൽ മരിക്കണം. അതുകൊണ്ട് നിങ്ങൾ അറിയണം, നമ്മുടെ മുമ്പിൽ സമയം ഒരിക്കലും തിരിച്ചു വരത്തില്ല. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ്. സമയം തിരിച്ചു വരത്തില്ല. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമുക്ക് അതിനകത്തുനിന്നൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാകുന്നത്. സമയം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഓർമ്മപ്പെടുത്തലാണ്. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയമാം രഥം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കേട്ടോ. സത്യം പറഞ്ഞ ചിലയിടത്തൊക്കെ ചെന്ന് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടുന്നുണ്ട്, എഴുന്നേറ്റ് വന്നൊന്ന് കീബോർഡിലൊന്ന് കൈ വെക്കാനൊക്കെ ചിലർക്ക് ഭയങ്കര മടിയാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾ അത് മിക്കവാറും ഈ ഡ്രമ്മും ഫ്ലൂട്ടും ഒന്നും വായിക്കത്തില്ല. ഇപ്പം ഈ പ്രസംഗിക്കുന്ന പുള്ളി പാടാൻ നേരത്തെ സ്തോത്രം അങ്ങനെയുണ്ട്. ഈ പ്രസംഗിക്കാനാണ് യോഗം വെക്കുന്നത് സ്തോത്രം. പക്ഷെ മിക്കവാറും ഇവിടെ നല്ല മൈക്കായിരിക്കുന്നത്. മിക്കവാറും പ്രസംഗിക്കാൻ തരുന്ന മൈക്ക് ഏറ്റവും മോശം മൈക്കായിരിക്കും. ചർച്ചകളിലെല്ലാം നോക്കിക്കോ, തുപ്പി നശിപ്പിച്ച മൈക്ക് പുൾപിറ്റിലിരിക്കത്തുള്ളൂ. സത്യമാണ്. അതുപോലെ സത്യത്തിൽ പാസ്റ്റർ നെച്ചൽ റോയിയെ പാടാൻ വിളിച്ചത് എന്തിനാണ്? ഈ മെസ്സേജ് പറയാൻ വേണ്ടിയല്ലേ? കീബോർഡ് വായിക്കാൻ എന്തിനാ വിളിച്ചേ? ഈ മെസ്സേജ് പറയാൻ വേണ്ടിയല്ലേ? ഈ സിസ്റ്റം എന്തിനാ അറേഞ്ച് ചെയ്തേക്കുന്നത്? മെസ്സേജ് പറയാൻ വേണ്ടിയോ? പക്ഷേ നല്ല മൈക്ക് തരത്തില്ല. പിന്നെ സൗണ്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചിലരൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ മൈക്ക് പിഴിഞ്ഞെടുക്കാം, ആ പരുവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതേ, ആമേൻ, ഈ വായിച്ചു തരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആമേൻ. ഇങ്ങനെ എല്ലാവരും കൂടെ സഹകരിക്കുമ്പോഴാണ് ഒരു യോഗം നന്നാകുന്നത്. സംഘാടകർ മാത്രം ചിന്തിച്ചാൽ ഒരു യോഗം നന്നാകുകയല്ല. ഒരു യോഗം നന്നാകണമെങ്കിൽ ആ യോഗത്തിലുള്ള എല്ലാവരും കൂടെ സഹകരിക്കണം. സിസ്റ്റം സഹകരിക്കണം, കൊയർ സഹകരിക്കണം, ഓർക്കസ്ട്ര സഹകരിക്കണം, വേദി കൈകാര്യം ചെയ്യുന്നവർ സഹകരിക്കണം, കാലാവസ്ഥ സഹകരിക്കണം. എല്ലാം കൂടെ വരുമ്പോഴാണ് യോഗം വിജയിക്കുന്നത്. ഈ യോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മരിക്കുമെന്നുള്ളതൊരു സത്യമാണെങ്കിലും അതിൻ്റെ ഭയത്തിനകത്ത് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു രോഗം വന്നിട്ട് മരണഭയം അങ്ങോട്ട് കയറിയിട്ട് ടോയ്ലറ്റ് കയറിയ ലോക്ക് ഇടത്തില്ല, അകത്തെങ്ങാനും ഇരുന്ന് മരിച്ചു പോകുമോ എന്നുള്ള. അല്ല, നമ്മളത് കേൾക്കുമ്പം നമുക്കൊരു തമാശ പോലെ തോന്നുന്നെങ്കിലും ഭയാനകമാണത്. മക്കളെ കെട്ടിപ്പിടിച്ച് കരയുക, രാത്രിയിൽ ചാടി എഴുന്നേറ്റിരിക്കുക, ചുമ്മാ ഇരുന്ന് കരയുക, മരണഭയം.
ഞാൻ പറഞ്ഞത് കർത്താവ് സ്വാതന്ത്ര്യം തരുമ്പോൾ രോഗഭയത്തിൽ നിന്ന് മാത്രമല്ല, നിനക്ക് മരണഭയത്തിൽ നിന്ന് ഫ്രീഡം ഉണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില ഭയങ്ങളുടെ കെട്ടുകളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് അഴിച്ചു കളയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ കരമെന്ന് അടിച്ചു കർത്താവിനെ ആരാധിച്ചോ. ഹല്ലേലൂയ, ആമേൻ. മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതുപോലെയാണ് ചിലർക്ക് രാത്രിയിലെ ഭയം. രാത്രിയെ ഭയപ്പുക. അവിടെ ആ പ്രേതം നിൽക്കുന്നു, ഇവിടെ ഈ പ്രേതം നിൽക്കുന്നു, അവിടെ തൂങ്ങിച്ചത്ത പുള്ളി വന്ന് നിൽക്കുന്നു, ഇവിടെ വിഷമടിച്ച് പുള്ളി വന്ന് നിൽക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലര് ടോർച്ച് മുന്നോട്ടും അടിക്കും, പുറമോട്ടും അടിക്കും. അത് ഭയങ്കര ഭയത്തിനകത്ത് നിന്നാണ് ഈ സംഭവം വരുന്നത്. ഭയങ്കര ഭയമാണ്, ഒറ്റയ്ക്കും ഒക്കത്തില്ല, ഭയമാണ്. ഞാൻ പറഞ്ഞത് രാത്രികളിലെ ഭയങ്ങൾ. ഇന്ന് രാത്രിയും അതൊരു വലിയ പ്രശ്നമെന്നല്ല, പക്ഷെ പുത്രന് വിടുവിക്കാൻ കഴിയും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. പുത്രന് വിടുവിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഭയത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോ, കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങ് എനിക്കൊരു ഫ്രീഡം തരണം. ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പ്രിയരെ, ഏതു വചനമാണോ പ്രസന്റ് ചെയ്യുന്നത് അവിടെ ആ വചനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വ്യാപരിക്കും. ഞാൻ ഈ വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഒരു വിവാഹ വേദി എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഒരു യുവാവിനെ യുവതിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. അവർ രണ്ട് വസ്തുക്കളായിരുന്നെങ്കിൽ ഒരു വെൽഡിങ് റാഡ് കൊണ്ട് അവരെ വെൽഡ് ചെയ്ത് യോജിപ്പിക്കാമായിരുന്നു. അവിടെ അവർ രണ്ട് വസ്തുക്കളല്ല, അവർ രണ്ട് വ്യക്തികളാണ്, രണ്ട് ആത്മാക്കളാണ്. മിന്നുകൊണ്ടും പൊന്നുകൊണ്ടും മന്ത്രം കൊണ്ടും മന്ത്രകൂടി കൊണ്ടും ഒന്നുമല്ല അവർ യോജിപ്പിക്കപ്പെടുന്നത്. അവരെ ആമേൻ ആത്മാക്കളുടെ ഉടയവനായ ദൈവം അവരുടെ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ, ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കുക. അതാണ് കഷ്ടപ്പെടുമ്പോൾ കൂടെ കഷ്ടപ്പെടാൻ പറ്റുന്നത്. ആമേൻ സങ്കടപ്പെടുമ്പോൾ കൂടെ സങ്കടപ്പെടാൻ പറ്റുന്ന ആത്മാക്കളുടെ ഇടയിൽ ഒരു ദൈവകരം വ്യാപരിക്കുക. അതാ മുപ്പിരിച്ചരടെന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും മാത്രമല്ല കുടുംബം, മുപ്പിരിച്ചരടാണ്. ഭാര്യ, ഭർത്താവ്, ദൈവം, ഇങ്ങനെ ചേരുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. മുപ്പിരിച്ചരട്. അവിടെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ കൂട്ടിയോജിപ്പിക്കുന്ന ദൈവം അവിടെ സന്നിഹിതനായിരിക്കും. അവിടെ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുഴുക്കുത്തു വീണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരന്തരമായി കലഹിക്കുന്ന, നിരന്തരമായി പ്രശ്നങ്ങളുള്ള, ജീവിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവിടെ കൂട്ടിയോജിപ്പിക്കുന്ന അഭിഷേകം വ്യാപരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ മേലും അങ്ങനെ ഒരു പകർച്ച വ്യാപരിക്കും. അതുപോലെ തന്നെ ഇന്ന് രാത്രി പുത്രനിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഈ രാത്രി ഇവിടെ തുടർമാനമായി പറയുമ്പോൾ ഞാൻ പറയാം, ആ വചനത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ചലിക്കുകയാണ്. ചിലരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ചലിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ ആ അറ്റ്മോസ്ഫിയർ ഇവിടെ വ്യാപരിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഭയത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത ഒരു സ്വാതന്ത്ര്യം കൂടെ ഞാൻ പറയാം. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വിശദീകരിക്കാൻ നേരം വരെ ഒരു കാര്യം കൂടെ പറയാം. ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയേണ്ടത് സാത്താന്യ അടിമത്വങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഈ സാത്താന്യ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. യേശു പള്ളി ചെന്നപ്പോ 18 വർഷമായി ഒരു സ്ത്രീ റാ പോലെ വളഞ്ഞു നിൽക്കുക. അലോപ്പതിക്കാര് പറഞ്ഞു L2-ന്റെ പ്രശ്നമാണ്, L3 ബഡ്ജായതാ. അപ്പൊ ആയുർവേദക്കാര് പറഞ്ഞു ഒന്നുമില്ല, കോട്ടക്കലിൽ കൊണ്ടുപോയി ചവിട്ടി തിരുമിയാ മതി, സംഗതി ശരിയാവും. പക്ഷെ യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കോട്ടക്കലിൽ കൊണ്ടുപോകേണ്ട കേസൊന്നുമല്ല, ഇത് സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. ലൂക്കോസ് 13:16 അത് വായിക്കുന്നുണ്ട്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലേ. ഈ സാത്താന്യ അടിമത്വത്തിൽ നിങ്ങൾ അറിയണം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്ത ചില മേഖലകളിലൊക്കെ പൈശാചിക ശക്തി കയറി കുടിയിരിക്കും. ഈ വണ്ടി ഓടിക്കുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് റിവ്യൂ മിറർ ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുണ്ട്, ടോപ്പിലുണ്ട്.
ഈ 3 മിററുകളിലൂടെയും നോക്കിയാലും കാണാത്ത ചില ഏരിയകൾ കാണും. അതിനാണ് നമ്മൾ ബാക്കിൽ ഇപ്പോൾ ക്യാമറ വെക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ഏരിയകളുണ്ട്. ഒരു സ്ത്രീയുടെ നട്ടെല്ല് വളച്ചിട്ട് കൂനിയാക്കുന്ന ഒരു സ്വാധീന ശക്തി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, കാരണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായി അറിഞ്ഞോണം, അതിന്റെ പിന്നിൽ ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ചാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. പറ്റുമെങ്കിൽ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നെ വിടുവിക്കണമേ എന്നൊന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഈ രാത്രി നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത്, ഈ അന്തരീക്ഷത്തിൽ അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എന്തൊക്കെയാ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ അകത്തൊരു നിയോഗമുണ്ട്. അത് മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിർത്തരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, നിങ്ങളുടെ ഭാര്യയുടെ കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, അവരുടെ പഠനത്തിൻ്റെ കാര്യം, വിവാഹത്തിൻ്റെ കാര്യം, അവർക്കൊരു തലമുറ ഉണ്ടാകുന്ന കാര്യം കർത്താവിനോട് പറഞ്ഞു. കർത്താവേ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മേലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, യേശു ക്രിസ്തു വരുത്തുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഈ രാത്രി അതിവിടെ സംഭവിക്കാൻ തുടങ്ങുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. പിതാവേ, ഒരു വിടുതൽ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടപ്പാ. ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ അങ്ങ് തൊടണമേ കർത്താവേ. കോരസിന്റെ വലങ്കരത്തിൽ പിടിച്ചതുപോലെ ഇന്ന് രാത്രി ഈ ജനത്തിന്റെ വലങ്കരത്തിൽ എൻ്റെ കർത്താവ് പിടിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർ തകർന്ന് കിടക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി അവരെ വിടുവിക്കുക കർത്താവേ. മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത ഹൃദയത്തിന്റെ രഹസ്യമായ ആ വേദനയ്ക്കകത്ത് നിന്ന് ഇന്ന് രാത്രി ജനത്തെ വിടുവിക്കണേ കർത്താവേ. അവരുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കണേ, അവരുടെ ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കണേ, അവരുടെ ആകുലതകളിൽ നിന്ന് വിടുവിക്കണേ. ഈ ജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഈ രാത്രി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. പകൽ സൂര്യൻ ഇവരെ തൊടരുത്, രാത്രി ചന്ദ്രൻ ഇവരെ തൊടരുത്. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ ഇവരെ തൊടരുത്. ഇവരുടെ വശത്ത് 1000 പേരും ഇവരുടെ വലതുവശത്ത് 10,000 പേര് വീണാലും അവരോടൊന്നും അടുത്തു വരരുത്. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലസ് മുട്ടച്ചലിന്റെ സംഘാടക സമിതി അനുഗ്രഹിക്കപ്പെടട്ടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൊല്ലുന്ന മരണത്തിൻ ഘോരതരം വിഷപ്പല്ലും തകർന്നതാകയാൽ. ഒരുമിച്ചൊന്ന് പാടിക്കേ. കൊല്ലുന്ന മരണത്തിൻ ഘോരതരം വിഷപ്പല്ലും തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പാടിക്കേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ സുമത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. മണ്ണിലല്ലേ നിത്യവാസമെന്നേ കരങ്ങളടിച്ച് അന്യഭാഷകൾ ആരാധിക്കാതെ. നിത്യവാസമെന്നേശു മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെ നീന
ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഒരുമിച്ച് പാടിയേ. ഓ യേശു കർത്താവ് നന്ദിയോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് കേൾക്കപ്പെട്ട അനുഗ്രഹീത തിരുവചന സത്യങ്ങളുടെ മുമ്പാകെ ഇന്ന് രാത്രി പിന്നെ നമ്മെ സമർപ്പിക്കാം. അനുഗ്രഹീതമായിരിക്കുന്ന ആമേൻ വചന സത്യങ്ങൾ ഈ മുട്ടച്ചിൽ ദേശത്തോട് വിളിച്ചു പ്രസ്താവിപ്പാൻ അഭിഷേകത്തിന്റെ അതിരറ്റ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടും. അമേ സ്തോത്രം ബലപ്പെടുത്തിയല്ലോ. കേട്ട ഓരോ സത്യങ്ങളും ജനഹൃദയങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ, നല്ല നിലത്തിൽ വീണ വിത്തുക്കളായി മാറുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രണ്ടാമത്തെ രാത്രി വിജയകരമായി പരിശുദ്ധാത്മാവ് നടത്തിയല്ലോ. നാളെ സമാപന രാത്രിയാണ്. നാളത്തെ കൂട്ടായ്മയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം ദൈവം ആദരിപ്പാൻ ദൈവകരങ്ങളെ കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമാപന രണ്ടാമത്തെ രാത്രിയിൽ പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും കൂടി നമുക്ക് മടങ്ങാം. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദേവനേശൻ അവர்கள் പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതായിരിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവ്വാനുഗ്രഹത്തിന്റെ ഉടമസ്ഥനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹം സാന്ത്വകരമായ മുട്ടച്ചെള്ളി യോഗത്തിൻ്റെ ദിവസകാലവും പരിശുദ്ധാത്മാവ് ഈ മൈതാനത്തിന്മേൽ അങ്ങ് കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് സമയം ഇതുവരെയും അങ്ങയുടെ അഭിഷേകത്തിന്റെ മാറി വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ഇന്ന് രാത്രികാലം എടുത്തു ഉപയോഗപ്പെടുത്തിയതിനായി സ്തോത്രം. പുത്രൻ സ്വതന്ത്രം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രമായി തീരൂ. ജീവിതത്തിൽ പാപമാർത്താലോ രോഗബന്ധനത്താലോ പൈശാചിക മണ്ഡലത്താലോ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതങ്ങൾക്ക് ഈ നാളുകൾ യഥാർത്ഥമായി സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ ഉണ്ടെന്ന് ദേശത്തിന് വിളിച്ചറിയിപ്പാൻ അങ്ങയുടെ അഭിഷേകത്തിന് ദൈവം ബലപ്പെടുത്തിയതിനായി തന്റെ യാത്രയിൽ കൂടിയിരിക്കണമേ. 1000-10,000 പ്രയോജനപ്പെടുവാൻ നീ സഹായിക്കുമാറണമേ. പിതാവേ, മുട്ടച്ച പ്രദേശത്ത് കർത്താവ് ശബ്ദമരിക്കുള്ള പ്രിയപ്പെട്ടവരെ ആ അടുത്ത മകളായിരുന്നു ഈ കർത്താവ് വിവിധ സ്ഥലങ്ങൾ കർത്താവ് ഈ ദൂതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ജീവിതങ്ങൾ ഈ നാളിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവ് പുത്രം സ്വാതന്ത്ര്യപ്പെടുത്തിയാൽ സാക്ഷാൽ സ്വാതന്ത്ര്യമാമല്ലോ. ആ എന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. നാളെ നടക്കുന്ന മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലാവസ്ഥകളും അനുകൂലമാക്കിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധാത്മാവ് കൈയേറ്റെടുത്തു. ഇന്ന് സംഘടനകൾക്കായി സ്തോത്രം, അധ്യക്ഷനായി സ്തോത്രം, വേദിയിലേക്ക് ദൈവസന്മാർക്കായി സ്തോത്രം, വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവിടെ മടക്കയാത്രയിൽ കൂടെ ആയിരിക്കും. ഈ ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടി നാട്ട് യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന് ഉചിതമാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആ സുസുപിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യവും പരിപാലന കാവലും മടക്കയാത്ര പ്രിയപ്പെട്ടവരോട് സൂക്ഷിച്ചു പോകുന്ന ദൈവദാസനോട് ഈ ദേശത്തോടും നാളെ നടക്കുന്ന മീറ്റിങ്ങിനോട് സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും കർത്താവിന്റെ വരെ തങ്ങിയിരിക്കുമാറാകട്ടെ. കർത്താവിത്തോളം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.